കാൺപൂരിൽ നടന്ന ആകാംക്ഷയുടെ കൊലപാതകം ഉത്തർപ്രദേശ് പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകരമായ കേസുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 20 വയസ്സുള്ള ഒരു യുവതി തന്റെ ജീവനെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന സാഹചര്യങ്ങൾ വെറും വ്യക്തിഗത ബന്ധത്തിലൂടെ പൊട്ടിവീഴ്ച എന്നതിലുപരി സമൂഹത്തിന്റെ മനസ്സിനെ അടിത്തറകളിൽ പതിഞ്ഞിരിക്കുന്ന ഭയാനകരമായ വ്യതിചലനങ്ങളെയും വെളിപ്പെടുത്തുകയാണ്. 2025 ജൂലൈ 21 നടന്ന കൊലപാതകത്തിൽ പ്രതിയായ സൂരജ് കുമാറും പിന്നീട് സംഭവത്തിൽ സഹകരിച്ച ആശിഷ് കുമാറും സമൂഹത്തെ നടുക്കുന്ന തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇരയായ ആകാംക്ഷയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്യൂട്ട് കേസിലാക്കി യമുന നദിയിലേക്ക് വലിച്ചെറിയുക എന്നതായിരുന്നു പദ്ധതി. ഒരുവിധം കുറ്റകൃത്യങ്ങളുടെ പുതിയ മാതൃകയെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് തെളിവുകൾ മറയ്ക്കാനുള്ള പ്രതിയുടെ ശ്രമം, തുടർന്ന് സമൂഹത്തിൽ ഉയർന്ന പ്രതികരണം, യുവജനങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, നിയമത്തിന്റെ പങ്ക്, സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തം എന്നിവയെല്ലാം ചേർന്ന് വലിയൊരു സാമൂഹിക പഠനത്തിന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമായിരിക്കുകയാണ് ഇപ്പോൾ ഈ കേസ്. ആകാംക്ഷയെ കാണാതായ വിവരം ആദ്യം പുറത്തു വന്നത് അമ്മ വിജയശ്രീ പോലീസിൽ പരാതി നൽകിയതോടെയായിരുന്നു. പതിവ് പോലെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മകളുടെ മൊബൈലിൽ നിന്ന് ലഭിച്ച മറുപടികൾ ഭാഷാ ശൈലിയിലും സ്വഭാവത്തിലും സംശയം ഉണർത്തുകയായിരുന്നു. 22-ാം തീയതി വൈകുന്നേരം ലഭിച്ച ഒരു സന്ദേശം ഞാൻ സുഹൃത്തുക്കളോടൊപ്പമാണ് എന്ന തരത്തിലുള്ളതായിരുന്നുവെങ്കിലും അമ്മയ്ക്ക് ഉടൻ മനസ്സിലായി അത് മകളുടെ കയ്യൊപ്പല്ല എന്ന്. അമ്മയുടെ വികാരപരമായ കരുതലാണ് അന്വേഷണത്തിന് വലിയൊരു തുടക്കമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ മൊബൈൽ ഫോണിന്റെ GPS സിഗ്നലുകൾ ആ സമയത്ത് ട്രെയിനിൽ ഉപേക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തിയതും പിന്നീട് മുറിയിലുള്ള സാധനങ്ങൾ മാറ്റിയതായി തെളിഞ്ഞതും പ്രതി അന്വേഷണമെല്ലാം തെറ്റിച്ചുവിടാനുള്ള ശ്രമം നടത്തിയതായി തെളിവായി മാറുകയായിരുന്നു. മാതാപിതാക്കളുടെ ആത്മവിശ്വാസം, മകളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവ് പോലീസ് അന്വേഷണത്തിൽ ആദ്യ പടിയായി മാറിയപ്പോൾ ഈ കേസ് കുടുംബ ബന്ധത്തിന്റെ ശക്തമായ ഒരു കരുതലിന്റെ ശക്തി എത്രത്തോളമുള്ള ഗൗരവമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കൊലപാതകത്തിന്റെ പ്രേരണയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് മുഖ്യ കാരണമായി പോലീസിന്റെ രേഖകളിൽ തെളിയുന്നത്. യുവജനങ്ങളുടെ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് സൈബർ കാലഘട്ടത്തിൽ പരസ്പര വിശ്വാസത്തിന്റെ കുറവും ഉടമസ്ഥാവകാശ മനോഭാവവും ഒരുപോലെ അപകടകരമായ രീതിയിൽ പ്രകടമാവുകയാണ്. സുഹൃത്തുക്കളുമായി നടത്തുന്ന സോഷ്യൽ മീഡിയ ഇടപെടലുകൾ പോലും പലപ്പോഴും അനാവശ്യ തെറ്റിദ്ധാരണകൾക്കും തർക്കങ്ങൾക്കും വഴിയൊരുക്കാറുണ്ട്. പ്രതിയായ സൂരജ് ബന്ധത്തിൽ ഉടമസ്ഥാവകാശം അന്യോന്യം ആശ്രയിച്ചും തെറ്റായ രീതിയിൽ പിടിച്ചു നിന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുകയാണ്. ഇത്തരം മാനസികാവസ്ഥകളാണ് പലപ്പോഴും യുവാക്കളെ ക്രൂരതയിലേക്ക് തള്ളിവിടുന്നത്. സാമൂഹ്യ സമ്മർദ്ദം, കുടുംബത്തിന്റെ പ്രതീക്ഷകൾ, ബന്ധത്തിലെ തകരാറുകൾ, തൊഴിലവസരങ്ങളിലെ ആശങ്ക, ഇവയെല്ലാം കൂടി ചേർന്ന് അസന്തുലിതമായ ഒരു കാലാവസ്ഥയ്ക്ക് കാരണമാക്കുകയാണ്. അത് പലപ്പോഴും കൊല്ലപ്പെടുന്നവരുടെ ജീവിതത്തെയും കൊലപാതകരുടെ ഭാവിയെയും ഒരുപോലെ നശിപ്പിക്കുകയാണ്. പ്രതി സൂരജ് കുമാറിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനോവിദ്യാഭ്യാസ വിദഗ്ധർ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തോടൊപ്പം സെൽഫി എടുക്കുന്ന പ്രവൃത്തി മനുഷ്യ സമ്പർക്കത്തോടുള്ള കരുണയും പൂർണ്ണമായ അഭാവവും വെളിപ്പെടുത്തുന്നതാണെന്ന് വിശകലനം ചെയ്യപ്പെടുകയാണ്. ഇത്തരം പ്രവൃത്തികൾ സാധാരണയായി സൈക്കോടോപിക് ട്രെയിനോസിസ് എന്നാണ് മനോവിദ്യാഭ്യാസ പഠനങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും അത് തെളിയിക്കാനും സമൂഹത്തിൽ ഭീകരത പരത്താനും ചിലപ്പോൾ സ്വന്തം മേന്മ തെളിയിക്കാനുമുള്ള വികാരം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് പിന്നിൽ ഉണ്ടാകാറുണ്ട്. പോലീസ് കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം കൊലപാതകത്തിന് ശേഷം പോലും പ്രതി നിരാശയോ കുറ്റബോധമോ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് തെളിവുകൾ മാറ്റാൻ, ഫോൺ ഉപേക്ഷിക്കാൻ, മൃതദേഹം മറയ്ക്കാൻ നടത്തിയ പദ്ധതികൾ പ്രതി തികച്ചും കണക്കുകൂട്ടലോടെയാണ് പ്രവർത്തിച്ചതെന്ന് തെളിയിക്കുകയാണ്. തെളിവ് മറയ്ക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘത്തെക്കുറിച്ചുള്ള വലിയൊരു വെല്ലുവിളിയായി മാറിയെങ്കിലും സൈബർ ഫോറൻസിക് വിഭാഗത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് കേസ് ഉടൻ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ആകാംക്ഷയുടെ മൊബൈൽ ഫോൺ കാൺപൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചതും മുറിയിൽ നിന്നുള്ള സാധനങ്ങൾ നീക്കം ചെയ്തതും സാധാരണ പോലീസിന്റെ കണ്ണിൽ പതിയാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അന്വേഷണ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് GPS, CCTV വിശകലനം ചെയ്തപ്പോൾ സൈബർ ഡാറ്റ എന്നിവ ചേർത്ത് കുറ്റകൃത്യങ്ങളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്നുണ്ട്. പ്രതിയുടെ പദ്ധതികൾക്ക് പിന്നിലെ ലക്ഷ്യം കുടുംബത്തെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു. എന്നാൽ ചെറിയൊരു ഡിജിറ്റൽ സൂചന പോലും അന്വേഷണത്തെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ മതിയാകുമെന്ന് ഈ കേസ് വീണ്ടും തെളിയിക്കുകയാണ്. കേസിന്റെ വിവരം പുറത്തു വന്നതോടെ സമൂഹത്തിൽ വ്യാപകമായ പ്രതികരണങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിസ് ഫോർ ആകാംക്ഷ എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആവുകയും യുവജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് തുറന്ന ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. സമൂഹത്തിന്റെ പ്രതികരണം ഇത്തരം കേസുകളിൽ നിന്ന് മറയ്ക്കാനോ ഇനി അവഗണിക്കാനോ കഴിയില്ലെന്ന ബോധ്യമാണ് നൽകുന്നത്. പ്രദേശവാസികളും കോളേജിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും വനിതകൾക്കായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ സുരക്ഷാ ഗതാഗതം, സുരക്ഷാ ക്യാമറകൾ, പോലീസ് പെട്രോളിംഗ് എന്നിവ ശക്തമാക്കണമെന്നും ആവശ്യങ്ങൾ ഉയരുകയാണ്. NGO-കൾ ഒരുമിച്ച് നടത്തിയ പ്രതിഷേധങ്ങൾ സർക്കാർ സംവിധാനങ്ങളെ പ്രവർത്തിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ യുവജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സമൂഹവും സർക്കാരും ഒരുമിച്ച് കൈകോർക്കേണ്ട സമയമാണ് എന്ന സന്ദേശം
സന്ദേശമാണ് ഇതിലൂടെ ഉയരുന്നത്. നിയമ നടപടികളിൽ പോലീസ് പ്രതി സൂരജിനെയും ആശിഷിനെയും അറസ്റ്റ് ചെയ്ത ശേഷം ചോദ്യം ചെയ്യലിന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കൊലപാതകം, ക്രിമിനൽ കോൺസ്പിറൻസി, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. പ്രതിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. കോടതിയിൽ അവതരിപ്പിക്കാനായി സാക്ഷിമൊഴികൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ, സൈബർ ഡാറ്റ ശേഖരണം എന്നിവയുടെ സമാഹരണം പോലീസ് ശക്തമായി നടത്തിക്കൊണ്ട് വരികയാണ്. നിയമപരമായ നടപടികൾ വേഗത്തിലാക്കേണ്ടതിനാൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ കേസ് കൈകാര്യം ചെയ്യുക എന്ന തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പരിഗണിക്കപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള കേസുകൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് യുവജനങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ സമൂഹം അവഗണിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ടാണ്.